ചെയ്യാതിരിപ്പിൻ എന്ന് വചനം പറയുന്നു. പലപ്പോഴും നമ്മുടെ ഒരു ആത്മീക തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മീയതയെ നശിപ്പിക്കുന്നത് നമ്മുടെ ദേഷ്യമാണ്. അപ്പോൾ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോളം സഹിച്ചു. എല്ലാവരും പലവിധമായ ഉപദ്രവങ്ങൾ തനിക്ക് നേരെ വന്നിട്ടും അറുക്കാൻ കൊണ്ടുപോയ ആട്ടുകുട്ടിയെ പോലെ മിണ്ടാതിരുന്നു എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന് ഏറ്റവും അത്യന്താവശ്യമായത് ഒരു ക്ഷമയാണ്. അപ്പോൾ വീട്ടിലായാലും വെളിയിലായാലും ജോലി സ്ഥലങ്ങളിലായാലും അത് ആവശ്യമാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നാം എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് പൈശാചികനെടുത്ത് വേറൊരു തരത്തിലായിരിക്കും അവരുടെ ചെവിയിലെത്തിക്കുക. അവിടെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് വിരോധമായിട്ട് ഒരാൾ എന്ത് ചെയ്താലും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് കൃപ ഉണ്ടെങ്കിൽ നമ്മളെ പ്രാണനെ നേടിക്കഴിഞ്ഞു എന്നാണ് ദൈവവചനം പറയുന്നത്. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതൽ, നമ്മുടെ ജീവിതത്തിന് നേരായിട്ട് വരുന്ന